പുതിയൊരാളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അയാളെ ഓർക്കാൻ എന്താണ് താനിയ ഓർത്തു വയ്ക്കുക? നിങ്ങൾ കാണുന്ന ആൾക്കാർ എന്നെ ഫേസ് മറന്നു പോകാറില്ലേ? അതുപോലെ തന്നെയാണ് ഈ ശബ്ദത്തിന്റെ കാര്യം. ഒരു പ്രാവശ്യം മാത്രം കേട്ട ശബ്ദമാണെങ്കിൽ അടുത്ത പ്രാവശ്യം വന്ന് ഞാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റണമെന്നില്ല. അപ്പോൾ പലപ്പോഴും ഒരു ക്യൂരിയോസിറ്റിക്ക് വന്ന് ഞാൻ ആരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബ്ലണ്ടർ ക്വസ്റ്റ്യൻ ആണത്. ഒരു കാഴ്ചയില്ലാത്ത ഒരാളോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ് എന്നെ മനസ്സിലായോ. നിങ്ങൾ ഏറ്റവും ഡീസൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഞാൻ ഇന്ന ആളാണ് എന്ന് ആദ്യം പറഞ്ഞ് പരിചയപ്പെടുത്തിയ ശേഷം കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ പെട്ടെന്ന് ഇടിച്ചു കയറി വന്നിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ഇൻജസ്റ്റിസ് ആണത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഞാനെന്നല്ല പൊതുവേ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. നമ്മളൊരു ഗ്യാതറിങ്സിലൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വന്ന് ഞാൻ ആരാന്ന് മനസ്സിലായാൽ, ഞാനൊക്കെ ആണെങ്കിൽ ഓപ്പൺ ആയിട്ട് മനസ്സിലായില്ല എന്ന് പറയും. പക്ഷെ എല്ലാവർക്കും ആ ഒരു പറയാനുള്ള പറ്റണം എന്നില്ല. ചിലവർ ഭയങ്കര ടെൻസ്ഡ് ആയിപ്പോൾ, അയ്യോ ഇത് ആരാണെന്ന് അറിയില്ലല്ലോ, ഞാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ഇവരെന്ത് വിചാരിക്കും. അങ്ങനെ ഒരു ഇമോഷണൽ ഡെലമയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഒറ്റ ക്വസ്റ്റ്യൻ മതി. അപ്പോൾ അതിന് പകരം വളരെ നല്ല രീതിയിൽ ഇത് ഞാൻ ഇന്ന ആളാണ്, അതിനിപ്പോൾ എത്ര വലിയ റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും ആ രീതിയിലെ കോൺവെർസേഷൻ ഒരു ടോട്ടലി ബ്ലൈൻഡിനോട് സംസാരിക്കുമ്പോൾ തുടങ്ങാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, മുന്നിലുള്ള ആൾ അങ്ങോട്ടേക്ക് മാറുമ്പോൾ ഞാൻ പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ലീവ് ചെയ്യുക. അതർവൈസ് ഈ ആൾക്ക് മനസ്സിലാവില്ല മുന്നിലുള്ള ആൾ പോയോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ കുറേ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ സൊസൈറ്റിക്ക് ഇന്നും അറിയില്ല.